ഗോപാൽ, ഇത് നമ്മൾ ഹോട്ടലുകളിൽ നിന്നെടുത്ത മീൻ വെള്ളമാണ്. മത്സ്യം കഴിയുന്നതിന് ശേഷം കിട്ടുന്ന വേസ്റ്റ് വെള്ളം അവിടെയൊക്കെ ഒഴിച്ച് നാശമാക്കുന്നതിന് ആക്കാതിരിക്കാൻ നമ്മളിത് എടുത്ത് നമ്മളെ കൃഷിക്ക് ഒരു നല്ല വളമാണ് മത്സ്യത്തിൻ്റെ വെള്ളം. മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിലുണ്ട്. ഇത് നമ്മൾ കൊണ്ടുവന്ന് ഒഴിച്ച് വെച്ചിരുന്ന് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ഇത് വളമായിട്ടും ഉപയോഗിക്കാം, കീടനാശിനിയായും ഉപയോഗിക്കാം. ഇത് നമ്മൾ കൊണ്ടുവന്ന് ഈ ടാങ്കിലാണ് സേവ് ചെയ്യുന്നത്. ഒരു 10-20 ദിവസം നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ നല്ല മണം ഉണ്ടാവും. ഇതാ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതൊരു ഇപ്പം നിറഞ്ഞു, ഇനി ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നുള്ളത്, നമ്മുടെ ചാക്കിൽ ഞാൻ കൊണ്ടുവന്നു. അത് അടുക്കള വേസ്റ്റുകളാണ്, ഹോട്ടലുകളിലെ അടുക്കള വേസ്റ്റാണ്. ആ അടുക്കള വേസ്റ്റ് നമ്മൾ ഇതിൻ്റെ കാളാമണ്ടം, കൊലയുടെ കാളാമണ്ടം കൊണ്ടുവന്ന് അരിഞ്ഞു കൂട്ടിയിട്ടിട്ടുണ്ട്. ആ അരിഞ്ഞിട്ടതിൽ ഈ വേസ്റ്റും കൂടെ തട്ടിയിട്ട് അടച്ചിടുമ്പോൾ അതൊരു 1.5 മാസം കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റായി മാറും. ഈ കമ്പോസ്റ്റാണ് ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നത്. കൊല ഉപയോഗിച്ചതിന് ശേഷം, കായ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റ് വരുന്ന കാളാമണ്ടം എന്ന് പറയുന്ന സാധനമാണ്. ഇത് പൊട്ടാഷ് സമൃദ്ധമാണ് ഈ സാധനം. വാഴ ശേഖരിക്കുന്ന പൊട്ടാഷ് അവർക്ക് വാഴയ്ക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞാൽ ബാക്കി ശേഖരിക്കുന്ന കാളാമണ്ടത്തിലാണ്. ഈ കാളാമണ്ടം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലായി പൊട്ടാഷ് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ കാളാമണ്ടം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കൂട്ടും. അങ്ങനെ കൂട്ടി ഇട്ടിട്ട് അതിൽ വേസ്റ്റ് തട്ടിയാണ് നമ്മളിപ്പോൾ ഈ വളം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ വെട്ടിക്കൂട്ടും. വെട്ടിക്കൂട്ടിയ ശേഷം നമ്മൾ അടുക്കള വേസ്റ്റ് ഇതിൽ തട്ടും. മുട്ടത്തോട്, ചായച്ചണ്ടി, അങ്ങനെയുള്ള സർവത്ര അടുക്കള വേസ്റ്റുകളും നമ്മളിതിലിടും. ഹോട്ടലുകളിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. നമ്മൾ കാളാമണ്ടം കുറച്ച് വെട്ടിയിട്ടു. ഇനി നമ്മൾ കാളാമണ്ടത്തിൻ്റെ പുറത്ത് ഇതുപോലെ അടുക്കള വേസ്റ്റ് തട്ടും. ഇത് തട്ടി ഇട്ട് ഇതിൽ ഉള്ളിത്തൊലി ആണ് കൂടുതൽ. ഉള്ളിത്തൊലി, മുട്ടത്തോട് ഇതെല്ലാം ഉണ്ട്. ഒന്ന് കാണിച്ചു. ഇതിൽ പ്ലാസ്റ്റിക് ഒന്നും കിടക്കാൻ പാടില്ല. അതൊക്കെ നമ്മളെടുത്ത് കളഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ഉള്ളിത്തൊലി, അടുക്കള വേസ്റ്റെല്ലാം നമ്മളിങ്ങനെ ഇളക്കി ആണ് കൂട്ടിയിടുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വെള്ളം വീഴാൻ പാടില്ല. വെള്ളം വീഴാതെ ഇങ്ങനെ അടച്ച് മൂടി. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഇനി നാളെയും ഇതേ പ്രവൃത്തി ഇതൊരു കുന്നുപോലാകുമ്പോൾ പിന്നെ അതിനെ നമ്മൾ മൂടിയിട്ടിരുന്നാൽ കുറച്ച് നാൾ, ഒരു 1.5 മാസം കഴിയുമ്പോൾ നല്ല വളമാകും. നല്ല കറുത്ത വളമായി മാറും. അതിൽ അപ്പോഴും ഒട്ടും നനവുണ്ടായിരിക്കില്ല, നല്ല പൊടിഞ്ഞ വളമായിരിക്കും. അതാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത്.